വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അനാലിസിസ് ചെയ്യാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ വളരെ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഈ ബ്രേക്ക് ചെയ്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മർബസ് വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. മാർക്കറ്റ് ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നതും ഒരു ഒരു നാഴികക്കല്ലായ ഒരു ഫിഗറിനെയാണ്. 2500 അടുത്തേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിലെ മാർക്കറ്റ് അവിടേക്ക് എത്തുമെന്ന് പല ആളുകളും കഴിഞ്ഞ മാസങ്ങളോളായിട്ട് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇന്നത്തെ ട്രേഡിങ്ങിന്റെ സാധ്യതകളെന്ന് നോക്കാം. അതിന് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് തൽക്കാലം മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന് ഇതിന് മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇല്ല. ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്നത്. ഈ സപ്പോർട്ട് ഏരിയയിൽ തന്നെ നമുക്കൊരു ഇംബാലൻസും കാണാം. അപ്പൊ ഇംബാലൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം എങ്ങനെയാണ് എൻട്രി സാധ്യതകളും മറ്റൊന്നും നോക്കാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയെന്നുള്ളത് നോക്കിയതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ഒന്ന് NST-യിലും മറ്റൊന്ന് GBP-യിലും ആണ്. രണ്ടും കാര്യമായിട്ട് ഗോൾഡിനെ ബാധിക്കാത്ത ന്യൂസ് ആണ്. എങ്കിലും എന്താണ് അതിന്റെ ഒരു യൂഷ്വൽ ഇഫക്റ്റ് എന്നുള്ളത് നോക്കാം. NST ഓൾറെഡി കഴിഞ്ഞു. ഇനി GBP-യിലാണ് വരുന്നത്. GBP-യിൽ വരുന്ന CPI ഇയർലി ആണ് വരുന്നത്. അവരുടെ പ്രീവിയസ് ഫിഗർ തന്നിരിക്കുന്നത് 2.0% ആണ്. ഫോർകാസ്റ്റ് വരുന്നത് 1.9% ആണ്. അപ്പൊ അതിന്റെ ആക്ച്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഇപ്പൊ ഈ കാണുന്ന ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നാൽ ശ്രദ്ധിക്കണം. എപ്പോഴും പലരും ന്യൂസ് നോക്കുന്ന സമയത്ത് പ്രീവിയസിനെ ഒഴിവാക്കിയിട്ടാണ് ഫോർകാസ്റ്റിനെ നോക്കുന്നത്. പ്രീവിയസിൽ വന്നിരിക്കുന്നത് 2% ആണ്. ഡെഫിനറ്റ്ലി 2%ഓ അതിന് മുകളിൽ വന്നാൽ മാത്രമേയാണ് GBP-യിൽ ഒരു കാര്യമായിട്ടുള്ള മൂവ്മെന്റ് നടക്കുള്ളൂ. ശ്രദ്ധിക്കണം, ഇതിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഫിഗറിനെ കമ്പയർ ചെയ്യാതെ ഫോർകാസ്റ്റിനെ മാത്രം നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് പ്രീവിയസ് ഫിഗറും കൂടി എടുക്കണം. പ്രീവിയസ് ഫിഗർ എടുത്തിട്ട് പ്രീവിയസ് ഫിഗറും ഫോർകാസ്റ്റും കൂടി മാച്ച് ചെയ്തിട്ട് പ്രീവിയസ് ഫിഗറിന്റെ മുകളിലാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ഫിഗറിനോടും അടുത്ത് ആയിട്ടാണ് വരുന്നതെങ്കിൽ GBP സ്ട്രോങ് ആയിരിക്കും. ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് അനാലിസിസ്. കാര്യമായിട്ട് ഗോൾഡിനെ എഫക്ട് ചെയ്യുന്ന ന്യൂസ് ഒന്നും ഇല്ല. ഇനി നമുക്ക് തിരിച്ച് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ ഇപ്പൊ നിൽക്കുന്നത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ഒരു ക്യാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡേ ക്യാൻഡിലാണ് നിൽക്കുന്നത്. അതിനു മുന്നേ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ മാർക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ മാർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 2500 ആണ്. മാർക്കറ്റ് ഏറെക്കുറെ അതിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അത് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 2500ഉം ഒരുപക്ഷെ ബ്രേക്ക് ചെയ്തേക്കാം. പക്ഷെ കൂടുതലും അവിടെ നിന്ന് റിജക്ഷൻ കിട്ടാനാണ് സാധ്യത. കാരണം അതൊരു സൈക്കോളജിക്കൽ എമൗണ്ട് ആണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ എൻട്രി സാധ്യതകൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 4 അവറിലേക്കാണ് പോകുന്നത്. 4 അവറിൽ പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് താഴെ ഒരു ക്യാൻഡിലിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. നേരത്തെ വരച്ചിരുന്ന ഏരിയ, അതായത് നേരത്തെ വരച്ച ഇംബാലൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് ഇന്ന് വേണമെങ്കിൽ ചെറിയ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. താഴോട്ടേക്ക് വെക്കുന്നുണ്ട്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു കൊണ്ടാണ് താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നത്. മുകളിലോട്ട് തൽക്കാലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഒരു റീസെന്റ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന റെസിസ്റ്റൻസ് എന്നുള്ള 2500ലേക്കാണ് നോക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ എൻട്രി സാധ്യതകൾ നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി 1 അവറിലേക്ക് പോകുന്നുണ്ട്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു മൈനർ ആയിട്ടുള്ള റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തേ മതിയാവും. കാരണം നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ ഇല്ലാതെ ഇനി ഒരു എൻട്രി സാധ്യത ഇല്ല. ഇനി മറ്റു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എവിടെയെങ്കിലും എൻട്രി സാധ്യത ഉണ്ടോ എന്ന് നോക്കാം. അതിനാദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 1 അവറിലെ ട്രെൻഡ് ലൈൻ ആണ്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് ഇവിടെ നിന്നൊരു ക്ലിയർ ആയിട്ടുള്ള റിജക്ഷൻ 1-2 ക്യാൻഡിലുകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഒരു എൻട്രി എടുക്കണമെങ്കിൽ തൽക്കാലം ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സെൽ എൻട്രിക്ക് നോക്കൂ. 50 മിനിറ്റ്സിന്റെ ആണ് വരുന്നത്. കാരണം നോക്കിയാൽ കാണാം, ഇതൊരു നല്ലൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. നല്ല ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഇപ്പോൾ 50 മിനിറ്റ്സിന്റെ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് പോലും ഇവിടെ താഴോട്ടേക്ക് വന്ന് ഈ ഒരു നേരത്തെ വരച്ചിരിക്കുന്ന ഇംബാലൻസിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമേ നമ്മൾ ബൈ എടുക്കുള്ളൂ. സെല്ലും ഇപ്പൊ തൽക്കാലം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് കൺഫർമേഷൻ വേണം. ഇപ്പൊ ക്യാൻഡിൽ 1-2 ക്യാൻഡിൽ താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, അത് കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു സോണിന്റെ താഴെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എടുത്താൽ മതി. ഇനി അല്ല ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സിലോ 3 മിനിറ്റ്സിലോ 1 മിനിറ്റിലോ അനാലിസിസ് ചെയ്ത് നമ്മുടേതായ അനാലിസിസ് ചെയ്ത് ട്രേഡ് റൂട്ടിന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഒരു ദിവസം ധാരാളം ട്രേഡ് തരുന്ന സ്ട്രാറ്റജിയാണ്.
മോശമില്ലാത്ത റിസ്ക് റിവാർഡ് ഉള്ളതാണ്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പല ആളുകളും അത് ഉപയോഗിച്ച് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നല്ലൊരു ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വരുന്ന ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാം.